السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. തൻസീലിന്റെ ഇപ്രാവശ്യത്തെ റമദാൻ കോഴ്സിലെ ആദ്യത്തെ ക്ലാസ്സിലാണ് നമ്മളൊക്കെ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സംരംഭം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ആയത്തുൽ കുർസിയാണ്. സൂറത്തുൽ ബഖറയിലെ 255 ആയത്താണ് ആയത്തുൽ കുർസി. പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്താണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിന് ഇത്ര മഹത്വം ഉണ്ടാവാനുള്ള കാരണം അതിൽ മുഴുവൻ പറയുന്നത് അള്ളാഹുവിന്റെ പ്രത്യേകതകളും അള്ളാഹുവിന്റെ സിഫത്തുകളുമാണ്. ഏതായാലും നമുക്ക് ഈ ഒരു ആയത്ത് ഓതി നോക്കാം. ഇതിലുള്ള തജ്വീദിന്റെ നിയമങ്ങൾ പറയാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ ഒരു ആയത്ത് മുഴുവനായിട്ടും ഞാൻ ആദ്യമായിട്ട് ഓതാൻ പോവുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഓക്കെ, ഈ ഒരു ആയത്ത് ഞാൻ ഓതിയ സമയത്ത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇതിൽ പറയുന്നത് മുഴുവൻ അല്ലാഹുവിന്റെ സിഫത്തുകളാണ്. ഈ ആയത്തിന്റെ തുടക്കത്തില് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ആയത്തിന്റെ അവസാനത്തിൽ അതുപോലെ വഹുവൽ അലിയ്യുൽ അദീം. പിന്നെ അള്ളാഹുവിന്റെ അധികാരവും അള്ളാഹുവിന്റെ മറ്റുള്ള സിഫത്തുകളുമാണ് ഈ ഒരു ആയത്തിന് ഇടയിൽ വരുന്നത്. ഓക്കെ, ഏതായാലും നമുക്ക് ഈ ആയത്തിന്റെ തുടക്കം മുതല് ഇതിൽ വരുന്ന തജ്വീദിന്റെ നിയമങ്ങളിലേക്ക് വരാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഈ ആയത്ത് തുടങ്ങുന്നത് ഒരു ഹംസത്തുൽ വസ്ല് കൊണ്ടാണ് അല്ലെ. ഹംസത്തുൽ വസ്ല് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള അലിഫാണ്. പരിശുദ്ധമായ ഖുർആനില് ഇതുപോലെയുള്ള ഈ ഒരു അടയാളം മുകളിൽ കാണാൻ പറ്റുന്ന ഒരുപാട് അലിഫുകൾ നിങ്ങൾക്ക് കാണാം. അത് എഴുത്തിൽ അലിഫാണെങ്കിലും ശരിക്കത് ഹംസയാണ്. അതിനെ ഉച്ചാരണത്തിൽ കൊണ്ടുവരിക അവിടെ നിന്ന് തുടങ്ങുമ്പോ മാത്രമാണ്. അപ്പൊ അല്ലാഹു, നമ്മളിപ്പോ ഈ ആയത്തിന്റെ തുടക്കമായതുകൊണ്ട് അവിടുന്ന് തുടങ്ങിയിട്ട് ഓതുകയാണ്. ഇനിയിപ്പോ ഇങ്ങനെയുള്ള ഒരു അലിഫ് ആയത്തുകളുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മൾ ഓതുന്നതിന് ഇടയിൽ വരികയാണെങ്കിൽ, നമ്മൾ ഓതി തുടങ്ങുന്ന ഭാഗത്തല്ലാതെ വരികയാണെങ്കിൽ അതിനെ ഉച്ചരിക്കൂല. ഉദാഹരണത്തിന് ഇപ്പോ അൽ ഹയ്യുൽ ഖയ്യൂം എന്നെടുക്കാം. അവിടെ നമ്മൾ ഓതുമ്പോ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നേ ഓതുന്നുള്ളൂ. ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അല്ലെ. ഈ ഹുവ എന്ന് പറഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ ഉച്ചരിക്കുന്നത് ലാമിനെയാണ്, ഈ അലിഫിന് ഉച്ചരിക്കുന്നില്ല. ഹുവൽ ഹയ്യുൽ ഖയ്യൂം അല്ലെ, ഇവിടെയും അതുപോലെ തന്നെയാണ്. അപ്പൊ ഇതിനാണ് ഹംസത്തുൽ വസ്ലി എന്ന് പറയാ. ഇങ്ങനെയുള്ള ഹംസത്തുൽ വസ്ല് അവിടുന്ന് തുടങ്ങി ഓതുമ്പോ മാത്രമേ ഉച്ചരിക്കുകയുള്ളൂ. അതിന് തുടങ്ങുമ്പോ അത് അലിഫ്ലാമിലുള്ള ഹംസത്തുൽ വസ്ലാണെങ്കിൽ, അതായത് ഇപ്പോ ഈ അലിഫിന് ശേഷം നേരെ ലാമാണ് വരുന്നതെങ്കിൽ, ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിലൊക്കെ ഈ അല്ലാഹു എന്ന കലിമത്തിലാണെങ്കിലും ഈ അൽ ഹയ്യുൽ ഖയ്യൂം എന്ന കലിമത്തിലൊക്കെ ആണെങ്കിലും അവിടെയൊക്കെ അലിഫിന് ശേഷം ലാമാണ് വരുന്നത്. അപ്പൊ അലിഫും ലാമും വരുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ഹംസത്തുൽ വസ്ല് വരുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ അവിടെ തുടങ്ങി ഓതുമ്പോ ഫത്ഹ കൊടുത്തിട്ടേ ഉച്ചരിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് പറയാം അവിടുന്ന് തുടങ്ങുമ്പോ. പക്ഷെ നമ്മൾ ഓതുന്നതിന് ഇടയിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് പിന്നെ ഇങ്ങനെയുള്ള അലിഫിൽ നിന്ന് തുടങ്ങുമ്പോ, ഇങ്ങനെയുള്ള അലിഫ്ലാമിലെ അലിഫിൽ നിന്ന് തുടങ്ങുമ്പോ അൽ ഹയ്യു. ഇപ്പൊ നമ്മൾ ഫാത്തിഹയിലൊക്കെ അൽ ഹംദു അല്ലെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാനിർ റഹീം, അവിടെയുള്ള അലിഫിനെ നോക്കിയാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും. അതിന്റെ മുകളിലിട്ടിരിക്കുന്നത് ഫത്ഹയല്ല, ഒരു സ്വാദിന്റെ കഷ്ണമാണ് അല്ലെ. ശരിക്കൊരു സ്വാദ് മുഴുവനായിട്ട് ഇട്ടിട്ടില്ല, അതിന്റെ ഒരു കഷ്ണമാണ്. അത് വസ്ലിനെ സൂചിപ്പിക്കുന്നതാണ്. ഹംസത്തുൽ വസ്ല് എന്ന് പറയുള്ളൂ. ആ സ്വാദിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അടയാളം അതിൽ കൊടുത്തിട്ടുള്ളത്.
നമ്മൾ സാധാരണ ഓതുന്ന മുസ്ഹഫിലൊക്കെ നമുക്ക് ഹംസത്തുൽ വസ്ലിന്റെ മുകളിൽ ഈ അടയാളം കാണാൻ പറ്റും. ഏതായാലും അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഇത് ഇവിടെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, ലാ ഇലാഹ, ഇവിടെ ഈ ലാമിന് ശേഷമുള്ള അലിഫില്, ലാമിനെയും അലിഫിനെയും ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് അല്ലെ, അതിനുശേഷമുള്ള അലിഫിന്റെ മുകളിൽ ഒരു മദ്ദിന്റെ അടയാളം കാണാം, ഇങ്ങനെയുള്ള ഒരു വളഞ്ഞ അടയാളം. ആ അടയാളം കാണുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ പരമാവധി നീട്ടാൻ ശ്രമിക്കുക. ഇവിടെ നീട്ടൽ നിർബന്ധമില്ല. ഇവിടെ ഈ അലിഫും അതിനുശേഷം വന്ന ഹംസയും രണ്ട് വാക്കുകളിലാണ് വന്നിട്ടുള്ളത്. മദ്ദിനെ നീട്ടാൻ, മദ്ദക്ഷരങ്ങൾ നീട്ടാനുള്ള ഒരു കാരണമാണ് അതിനുശേഷം ഹംസ വരിക എന്നുള്ളത്. ഇവിടെ കണ്ടോ, ഇവിടെ ലാ എന്നുള്ള ആ ഒരു അലിഫിന് ശേഷം ഹംസ വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നാൽ ആ മദ്ദക്ഷരത്തെ നമുക്ക് കൂടുതൽ നീട്ടാൻ പറ്റും. ഈ മദ്ദക്ഷരം എന്ന് പറഞ്ഞാല് നമ്മൾ നീട്ടുന്ന അക്ഷരങ്ങൾ ഉണ്ടല്ലോ, അലിഫ്, വാവ്, യാ. ഫത്ഹനെ നീട്ടാൻ വേണ്ടിട്ട് അലിഫ് വരും, കസറിനെ നീട്ടാൻ വേണ്ടിട്ട് യാ വരും, ലൊമ്മിനെ നീട്ടാൻ വേണ്ടിട്ട് വാവ് വരും. അപ്പൊ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളത് ഫത്ഹിനെ നീട്ടാൻ വേണ്ടിയിട്ടുള്ള അലിഫാണ്.